മാനവയുഗത്തിൽ ഉയർന്നു നിൽക്കുന്ന മഹാപുരുഷൻ ഷെയ്ഖുൽ അംബിയ എന്ന് കാലം വിളിച്ചിരുന്ന വ്യക്തി. മനുഷ്യരാശിയിൽ ആദ്യമായി കപ്പൽ നിർമ്മിച്ച മനുഷ്യൻ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രവാചകൻ. ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഷീസ് നബി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ മകൻ നൂഷ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ കെയ്നൈൻ അലൈഹി ഇസ്ലാമിന്റെ മകൻ മഹറായിലിന്റെ മകൻ യറുദിന്റെ മകൻ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ മുത്തവശ്ലിഹിന്റെ മകൻ ലാമക്. ആ ലാമക്കിന്റെ മകനെയാണ് അല്ലാഹു തആല മൂന്നാമത്തെ പ്രവാചകനായി നിയോഗിച്ചത്. കൃഷിയും കാലുവളർത്തലുമായി പരസ്പരം സ്നേഹിച്ചും അധ്വാനിച്ചും കഴിഞ്ഞുപോയിരുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു ഉന്നത വ്യക്തിയാണ് ലാമക്. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, മുത്തവശ്ലിഹിന്റെ ഓമന പുത്രൻ. മുത്തവശ്ലിഹിന്റെ മകൻ ലാമക് വളർന്ന് വിവാഹപ്രായമായിരിക്കുന്നു. മാതാപിതാക്കൾ ചേർന്ന് ലാമക്കിന്റെ വിവാഹകാര്യം ചർച്ച ചെയ്യുകയാണ്. കുടുംബത്തിലെ മുതിർന്നവർ ചേർന്ന് ലാമക്കിനെ പറ്റിയ വധുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ കാലത്തെ ഇസ്ലാമിലെ വിധികളും ചിട്ടകളും സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് ലാമക്കും നാട്ടിലെ പൗരപ്രമുഖനായ ആനുഷിന്റെ പ്രിയപുത്രി ഷംഹയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു. വിവാഹകാര്യം അറിഞ്ഞ് ഗോത്രക്കാർക്കെല്ലാം വളരെ സന്തോഷമായി. വിവാഹത്തിന് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ചിരുന്നു. അതിഗംഭീരമായവർ വിവാഹത്തിന് സദ്യ ഒരുക്കി. ലാമക്കിനെ അവർ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചൊരുക്കി. പണ്ഡിതന്മാരുടെയും കുടുംബക്കാരുടെയും അനുഗ്രഹത്താൽ ലാമക്കും ഷംഹയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു. ലാമക്കും ഷംഹയും അങ്ങനെ ജീവിത പങ്കാളികളായി പുതിയൊരു യാത്രക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കാലങ്ങൾ മെല്ലെ കടന്നുപോയി. ഷംഹ ഒടുവിൽ ഗർഭിണിയായി. അവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു അതൊക്കെ. 10 മാസങ്ങൾക്ക് ശേഷം സമയമായപ്പോൾ അവർക്ക് കുഞ്ഞു പിറന്നു. ലാമക് ഷംഹ ദമ്പതികൾക്ക് പിറന്ന ഓമന പുത്രനാണ് നമ്മുടെ പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാം. നൂഹ് എന്നത് പിന്നീട് കിട്ടിയ പേരായിരുന്നു. ആദ്യം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിരുന്നത് യഷ്കൂർ എന്ന പേരിലായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ മാതാപിതാക്കൾക്കിടയിൽ പ്രത്യേകതയുള്ള പുത്രനായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാം അധ്വാനശീലനും ബുദ്ധിശാലിയും വിജ്ഞാനിയുമായിരുന്നു. 950 വർഷമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. 950 വർഷം ജീവിച്ചിരുന്നിട്ടും ചുരുക്കം ചിലരെ മാത്രമേ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നുള്ളൂ. വളരെ ചുരുക്കം ചിലരെ മാത്രം. അതിനു കാരണക്കാരൻ ഇബ്ലീസ് ആയിരുന്നു. ഇബ്ലീസിന്റെ വഴിയിൽപ്പെട്ടിരുന്ന ക്രൂരന്മാരായ സമൂഹം. അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിച്ചു, ചീത്ത വിളിച്ചു. കുറച്ചുപേർ രോക്ഷം കൊണ്ട് നബിയെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും ക്രമാസക്തമായ ആ സമൂഹം ആരുടേതായിരിക്കണം? അവരൊക്കെ ആരുടെ പിൻഗാമികളായിരിക്കണം? അവരൊക്കെയാണ് ഹാബീലിന്റെ പിൻഗാമികൾ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ പുത്രനായ ഹാബീൽ. ഇബ്ലീസിന്റെ വഴിയിൽ വീണ് വഴിപിഴച്ചു പോയ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ. ഒരിക്കൽ ഹാബീൽ രോഗം വന്ന് കിടപ്പിലായപ്പോൾ ഹാബീലിന്റെ അടുത്തേക്ക് ഇബ്ലീസ് വന്ന് പറയുകയുണ്ടായി, നീ അഗ്നിയെ ആരാധിക്കുക, എങ്കിൽ നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ ഇബ്ലീസിന്റെ വാക്കിനു ശേഷമായിരുന്നു ഹാബീൽ അഗ്നിയെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നത്. ഹാബീലിന്റെ അനന്തരാവകാശികളും അഗ്നിയെ ആരാധിച്ചു പോന്നു. ഇബ്ലീസ് പറഞ്ഞതൊക്കെ അവർ പാടെ അനുസരിച്ചു പോന്നു. പണ്ടു തൊട്ടേ വകതിരിവില്ലാത്ത ജീവിതമായിരുന്നു അവരുടേത്. ഹാബീലിന്റെ സന്തതികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും തൃപ്തിയാലും എപ്പോഴും അകറ്റപ്പെട്ടവരായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ 2 വിഭാഗക്കാരായിരുന്നു. ഒന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരും 2 ഷീസ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരും.
ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു മകനായ ഷീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചില പിൻഗാമികളിലെ പുരുഷന്മാർ വളരെ സുന്ദരന്മാരായിരുന്നു. എന്നാൽ ഹാബീൽ പരമ്പരയിൽപ്പെട്ട ചില സ്ത്രീകൾ വളരെ സുന്ദരികളുമായിരുന്നു. അവരുടെ ആൺ പുരുഷ സൗന്ദര്യം കാരണം ആ നാട്ടിൽ പല പല വിപത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇബ്ലീസ് ഒരിക്കൽ ഷീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിൻഗാമികളിലെ പുരുഷന്മാരെ പോലെ ഒരു സുന്ദര പുരുഷന്റെ വേഷത്തിലെത്തി ഹാബീലുകാരുടെ ഗ്രാമത്തിൽ താമസമാക്കി. വേഷം മാറിയെത്തിയ ഇബ്ലീസിനെ ഗ്രാമക്കാർ സ്വീകരിക്കുകയും ആ ഗ്രാമത്തിലുള്ളവർക്ക് ഇബ്ലീസ് ഒരു സംഗീത ഉപകരണം നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു കുഴലായിരുന്നു അത്. മധുരമാർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു കുഴൽ. ഇബ്ലീസ് അവർക്കിടയിൽ ചെന്ന് ആ കുഴലൂതി. കുഴൽ വിളി കേട്ട് ആളുകൾ ആ ഗ്രാമത്തിൽ തടിച്ചുകൂടി. അവിടെ സുന്ദരികളുടെ ഒരു വലിയ സദസ്സ് തന്നെ രൂപപ്പെട്ടു. കാരണം ആ ഗ്രാമത്തിലുള്ളവർക്ക് കുഴൽവിളി ഒരു അത്ഭുതകരമായിരുന്നു. അവരിന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മധുരമാർന്ന ശബ്ദമായിരുന്നു അത്. അവരിതുവരെ കേട്ടിട്ടില്ലാത്ത ആ മധുരമാർന്ന ശബ്ദം അവർക്കിടയിൽ വളരെ ആനന്ദം കണ്ടെത്തിയിരുന്നു. മധുരമാർന്ന ആ ശബ്ദം അവർക്ക് വീണ്ടും വീണ്ടും കേൾക്കണമായിരുന്നു. പിന്നീട് ഇബ്ലീസിന്റെ തീരുമാനപ്രകാരം അവർ ആ കുഴൽവിളി ഒരു ഉത്സവമാക്കി മാറ്റിയെടുത്തു. വർഷാവർഷം ആ ഉത്സവം അരങ്ങേറിക്കൊണ്ടേയിരുന്നു. ഉത്സവത്തിൽ ഹാബീലുകാർ ഷീസിലെ പുരുഷന്മാരെയും ക്ഷണിച്ചിരുന്നു. അതിൽ ചില പുരുഷന്മാർ ക്ഷണം സ്വീകരിക്കുകയും ഹാബീലുകാരുടെ ഗ്രാമത്തിൽ എത്തുകയും ചെയ്തു. കള്ളും പെണ്ണും സംഗീതവുമായി ആ ഉത്സവം കാമകേളിയാൽ നിറഞ്ഞു. അന്ന് ആ രാത്രി അവരുടെ സ്വബോധമെല്ലാം നഷ്ടമായിരുന്നു. അങ്ങനെ ഇബ്ലീസിന്റെ ലക്ഷ്യം സാധ്യമാവുകയും അവർക്കിടയിൽ മതമൂല്യങ്ങൾ ചോർന്നൊലിക്കുകയും ചെയ്തു. ഈ നശിച്ച സമൂഹത്തിലേക്കാണ് അല്ലാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചിരുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആ ജനത ബിംബാരാധനയിൽ മുഴങ്ങിയവരായിരുന്നു. യൗക്ക്, നസ്ർ, വദ്, സുവ, യൗസ് ഇതായിരുന്നു അവർ ആരാധിച്ചു പോന്നിരുന്ന അവരുടെ ബിംബങ്ങൾ. അവർ ആരാധിച്ചിരുന്ന ഈ ബിംബങ്ങൾ വെറും ബിംബങ്ങളായിരുന്നില്ല. ആ ജനതയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന, അള്ളാഹുവിനെ പേടിച്ചിരുന്ന, അവനിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന, അവനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരുന്ന 5 വിശ്വാസികളായിരുന്നു അവർ. അവർ ജീവിച്ചിരുന്ന ആ കാലത്തെ മനുഷ്യർ അവരെ ഭയബഹുമാനത്തോടു കൂടിയായിരുന്നു കണ്ടിരുന്നത്. ആ 5 പേരുടെ കാലത്തിനു ശേഷം അവരുടെ ഓർമ്മക്കായി അവർ ചെയ്തു വെച്ച നന്മകൾ വാഴ്ത്തപ്പെടാൻ വേണ്ടി ആ കാലത്തുള്ള മനുഷ്യർ നിർമ്മിച്ചതായിരുന്നു ആ 5 ബിംബങ്ങൾ. ഇബ്ലീസിന്റെ വാക്കിനു പിന്നാലെയായിരുന്നു അവർ ആ 5 ബിംബങ്ങൾ സ്ഥാപിക്കുകയും അവരെ ആരാധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തലമുറകൾക്ക് ശേഷം അവർ നിർമ്മിച്ചിരുന്ന ആ 5 ബിംബങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം ഇബ്ലീസ് മുഖേന അവർ മറന്നു പോവുകയും മാറിവന്ന പുതുതലമുറ ആ ബിംബങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാതെ അവരെ ദൈവമായി കണ്ട് ആരാധിക്കാനും തുടങ്ങി. അങ്ങനെ ആ സമൂഹം അള്ളാഹുവിനെ മാറ്റിക്കൊണ്ട് ഷിർക്കിലേക്ക് അഥവാ ബിംബാരാധന മുറുകെ പിടിച്ചു. ഇതുതന്നെയായിരുന്നു ഇബ്ലീസിന്റെ ലക്ഷ്യവും. ആ 5 ബിംബങ്ങൾക്ക് പുറമെ അവർ അവരുടെ പിതാവായിരുന്ന ഹാബീലിന്റെ വിഗ്രഹങ്ങളും നിർമ്മിച്ചിരുന്നു. ആ കാലത്ത് ആ സമൂഹത്തിൽ ഷിർക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ചു. ഇത്രയും നശിക്കപ്പെട്ട ഈ സമൂഹത്തെ തൗഹീദിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചിരുന്നത്. ആദ്യ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനും പിന്നീട് വന്ന പ്രവാചകന്മാർക്കും തങ്ങളുടെ സന്താനങ്ങളെയും സന്താന പരമ്പരയെയും വിശ്വാസികളാക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. അല്ലാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുത്തതിനു ശേഷം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടി തുടങ്ങി. ഒരിക്കൽ നൂഹ് നബി അലൈഹി ഇസ്ലാം താനുമായി അടുപ്പമുള്ള ചുരുക്കം ചില ആളുകളോട് പറയുകയുണ്ടായി, അല്ലയോ സുഹൃത്തുക്കളെ, സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു ഏകനാണ്. ആരാധനക്കർഹൻ അവൻ മാത്രമാകുന്നു. അവനിതാ നിങ്ങളിൽ ഒരുവനെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുക.
അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇത്തരം വാക്കുകൾ കേട്ട് അവർ നബിയെ പരിഹസിച്ചു തള്ളി. നിബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആരും ചെവികൊണ്ടില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞ കാര്യങ്ങൾ നാട്ടിലെങ്ങനെയോ പരസ്യമായി. അതോടെ ജനങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിക്കുകയും രൂക്ഷമായി എതിർക്കുകയും ചെയ്തു. ജനങ്ങളുടെ പരിഹാസത്തിനു ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം താൻ നേരിട്ട പരിഹാസങ്ങളെക്കുറിച്ചും രൂക്ഷങ്ങളെക്കുറിച്ചും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. നൂഹ് നബിയുടെ പ്രാർത്ഥന കേട്ട അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി, നൂഹേ, നീ നിന്റെ ജനതക്ക് ശക്തമായ താകീത് നൽകുക. അവരോട് പറയുക, വേദനാജനകമായ ശിക്ഷ വരുമെന്ന്. അള്ളാഹുവിന്റെ മറുപടിക്ക് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം നാട്ടിൽ പരസ്യമാക്കാൻ തുടങ്ങി. ജനങ്ങളുടെ എതിർപ്പുകൾ വകവെക്കാതെ നൂഹ് നബി അലൈഹി ഇസ്ലാം രാത്രിയോ പകലോ എന്നില്ലാതെ, രഹസ്യമോ പരസ്യമോ എന്നില്ലാതെ പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. നൂഹ് നബിയുടെ പ്രബോധനം കേട്ട ജനങ്ങൾ അടങ്ങിയിരുന്നില്ല. അവർ രോക്ഷാകുലനായി. അതിലെ ചിലർ നൂഹ് നബിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംസാരങ്ങൾ നീ അവസാനിപ്പിക്കണം. ഞങ്ങളുടെ ദൈവങ്ങൾ ബിംബങ്ങളാണ്, നിന്റെ അള്ളാഹു അല്ല. ഞങ്ങളുടെ ആരാധന അത് തീയോട് മാത്രമാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിനക്കെന്ത് അർഹതയാണുള്ളത്? ഈ വക സംസാരം നീ ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ ഈ മണ്ണിൽ ചോര തുപ്പേണ്ടി വരും. ഇത് നിനക്കുള്ള താക്കീട്ടാണ്. പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാം അതൊന്നും ചെവികൊണ്ടതേയില്ല. അവരുടെ ഭീഷണിക്ക് വകവെക്കാതെ വീണ്ടും വീണ്ടും നാട്ടിൽ പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം അവരെ തൗഹീദിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സഹികെട്ട മനുഷ്യർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ദേഹോദ്രവം നടത്തി. അവർ നബിയെ ശക്തമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റി അവശനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ബോധരഹിതനായി നിലത്ത് വീണു. നബിയെ ആക്രമിച്ച ദുഷ്ടന്മാർ മടങ്ങിപ്പോകെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ബോധം തിരിച്ചു ലഭിക്കുകയും അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ആക്രമിക്കപ്പെട്ട നബിയുടെ മടക്കയാത്രയിലും ജനങ്ങൾ നബിയെ നോക്കി പരിഹസിക്കുകയായിരുന്നു. എന്നിരുന്നാലും നബിയുടെ ഇത്തരം വാക്കുകൾ കേട്ട് ചുരുക്കം ചിലർ നബിയെ സ്വീകരിക്കുകയും നബിയെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എക്കാലത്തെയും പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു അവരിൽ പലരും. എന്നാൽ ആ ചുരുക്കം പേരുടെ മാറ്റം നൂഹ് നബി അലൈഹി ഇസ്ലാമിന് വളരെ പ്രചോദനമായിരുന്നു. നിമിതങ്ങൾ വീണ്ടും വീണ്ടും നാട്ടിൽ പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. അള്ളാഹു ഏകനാണ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്തേ എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ, കുറച്ചുപേർ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അവർ ചിലർക്ക് സാധാരണ ആളുകളായി തോന്നാം. നിങ്ങൾ അവരെ കണ്ടുപഠിക്കുവിൻ. അതാണ് തഖ്വ. തഖ്വയുള്ളവരെ അള്ളാഹു പദവി നൽകി അനുഗ്രഹിക്കും. അവരുടെ മനസ്സറിയുന്നവൻ അള്ളാഹു മാത്രം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇത്തരം പ്രബോധനം കേട്ടപ്പോൾ നാട്ടിലെ നേതാക്കൾ രോക്ഷം കൊണ്ടു. അവർ രംഗത്തിറങ്ങി. കാരണം നബിയുടെ വാക്കുകൾ കേട്ടാൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ അവരുടെ ദൈവങ്ങളെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങും. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് തടയാൻ വേണ്ടി നാട്ടിലെ നേതാക്കൾ രംഗത്തിറങ്ങി. ജനങ്ങളെ, ഈ മനുഷ്യൻ ഇതെന്താ പറ്റിയത്? നിങ്ങൾ നോക്കൂ, അവൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളെക്കാൾ കൂടുതലായി ഇവനിൽ ഞാൻ യാതൊരു പ്രത്യേകതയും കാണുന്നില്ല. ഉണ്ടെന്ന് അവൻ നയിക്കുകയാണ്. അള്ളാഹു നമ്മിലേക്ക് ഒരു ദൂതനെ അയക്കാനായിരുന്നെങ്കിൽ ഒരു മലക്കിനെ തന്നെ അയച്ചേനെ. ഇയാളെ പോലെയുള്ള ഒരാളെ എങ്ങനെ ഒരു ദൂതനായി കാണാൻ കഴിയും? ഇങ്ങനെ ഒരു നബി വരുമെന്ന് നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഇയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഭ്രാന്ത കൂടി വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ജനങ്ങളെ നബിയിൽ നിന്നും അകറ്റാനുള്ള ഓരോരോ തന്ത്രങ്ങളായിരുന്നു ഇതൊക്കെ. നിസ്സഹനായി തീർന്ന നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിക്കുകയുണ്ടായി. എന്റെ രക്ഷിതാവേ, ഇവർ എന്റെ വാക്കുകൾ നിഷേധിച്ചിരിക്കുന്നു. അതിനാൽ നീ എനിക്ക് സഹായം നൽകണമേ. ശക്തമായ എതിർപ്പുകളും മർദ്ദനവും വാക്കുകളും സഹിക്കേണ്ടി വന്നിരുന്നാലും നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു നൽകിയ ദൗത്യം നടത്തിക്കൊണ്ടേയിരുന്നു. ആ ദൗത്യം 950 വർഷം നീണ്ടിരുന്നു എന്ന് കണക്കുകൾ പറയുന്നു. നബിയുടെ 40-ാം വയസ്സിൽ തുടങ്ങിയ ഈ പ്രബോധനം 9.5 നൂറ്റാണ്ടോളം നീണ്ടുനിന്നു. ഈ സമൂഹം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിബിതങ്ങൾക്ക് പ്രബോധനം നടത്താനോ സത്യം പ്രചരിപ്പിക്കാനോ ആവില്ല എന്ന് ബോധ്യമായി. ഈ സമൂഹം നശിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ നിബിതങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുവേ, ദീർഘകാലം ഞാൻ എൻ്റെ ജനതയെ നിന്നിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയോ പകലോ എന്നില്ലാതെ ഞാൻ അവരെ വിളിച്ചു. അവർ അകന്നകന്ന് പോവുകയും എൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ അവർ ചെവിയിൽ വിരൽ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇവർ നന്നാകാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇവരും ഇവരുടെ സന്താനങ്ങളും വഴിപിഴച്ചവരായി തീരും. ഇവർ ദുഷിച്ച സന്തതികളെ സൃഷ്ടിക്കും. നീ ഇവരെ നശിപ്പിച്ചു കളയണമേ.
കാലങ്ങൾ കുറെ കടന്നുപോയി. ഒടുവിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ ചില ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. കുറച്ചു പരീക്ഷണങ്ങൾ അവർ നേരിട്ടു. ആ നാട്ടിൽ മഴ വർഷിക്കാതെയായി. കടുത്ത ജലക്ഷാമം അവർ നേരിട്ടു. അവരുടെ കൃഷികൾ നശിക്കാൻ തുടങ്ങി. കൂടാതെ ജനങ്ങൾക്കു നേരെയും അള്ളാഹുവിന്റെ പരീക്ഷണം വന്നു തുടങ്ങി. അവർക്കിടയിൽ സന്താനങ്ങൾ ജനിക്കാതെയായി. ഇതിനെല്ലാം കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാം ആയിരുന്നു എന്നായിരുന്നു ജനങ്ങളുടെ വാദം. ജനങ്ങളും നൂഹ് നബി അലൈഹി ഇസ്ലാമും തമ്മിൽ വാക്കാൽ സംസാരമുണ്ടായി. ആ സംസാരത്തിനിടെ നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, അവൻ കൃഷി വർദ്ധിപ്പിച്ചു തരും, തോട്ടങ്ങൾ തരും, സന്താനങ്ങളെ അവൻ നൽകപ്പെടും. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുവിൻ. നൂഹ് നബിയുടെ വാക്കുകളെല്ലാം വെറുതെയാവുകയായിരുന്നു. ഇത്തരം വാക്കുകളൊന്നും ജനങ്ങൾ പിന്നെയും ചെവികൊണ്ടതേയില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് ഈ പ്രപഞ്ചത്തിന്റെയും 7 ആകാശങ്ങളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും മനുഷ്യ ശരീരത്തിന്റെയും ജീവജാലങ്ങളുടെയും ആകാശഭൂമികളെയും കുറിച്ച് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കാനും പറഞ്ഞു. എന്നിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇത്രയും വലിയ പരീക്ഷണങ്ങളിലൂടെയായിരുന്നു 950 വർഷം നൂഹ് നബി അലൈഹി ഇസ്ലാം കടന്നുപോയിരുന്നത്. കാലങ്ങൾ കുറെ കടന്നുപോയി. നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. ജനങ്ങൾ അത് നിഷേധിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ സമയമായപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൽ നിന്നും കൽപ്പന വന്നു. നൂഹേ, നീ കപ്പൽ നിർമ്മിക്കുക. എന്റെ നിർദ്ദേശപ്രകാരം നീ കപ്പൽ നിർമ്മിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകാൻ സമയമായിരിക്കുന്നു. ഞാൻ അവരെ മുക്കി നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ കപ്പൽ നിർമ്മിക്കുക. അന്നത്തെ ആ ജനങ്ങൾക്കും നൂഹ് നബി അലൈഹി ഇസ്ലാമിനും എന്താണ് കപ്പലെന്നോ എന്തിനാണ് കപ്പലെന്നോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ നിർമ്മാണം തുടങ്ങി. Heave. Pull it tighter now. Bring the next beam up. Pull. Heave together now. Watch the line on the upper deck. Clear the base. നൂഹ് നബി ഇസ്ലാമിന്റെ ഓരോ പ്രവൃത്തികളും ആ ജനങ്ങൾക്ക് പരിഹാസമുള്ളവയായിരുന്നു. കപ്പൽ നിർമ്മിക്കുന്ന സ്ഥലത്ത് ഓരോ ജനങ്ങൾ വരും. അവർ നബിയെ നോക്കി പരിഹസിക്കും. അവരുടെ പരിഹാസം അസഹ്യമായപ്പോൾ നബിതങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന അത്രയും പരിഹസിച്ചു കൊള്ളുവിൻ. അള്ളാഹുവാണ് സത്യം. ഒരു ദിവസം വരും, അന്ന് ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ വാക്കുകളും അവർക്ക് മറ്റൊരു തമാശയായിരുന്നു. അവർ നൂഹ് നബിയെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യം പ്രവാചകൻ എന്ന് പറഞ്ഞു നടന്നു, എന്നിട്ടിതാ ഇപ്പൊ ആശാരിപ്പണിയും തുടങ്ങിയിരിക്കുന്നു. ഇയാൾക്ക് ശരിക്കും ഭ്രാന്ത് തന്നെ. പക്ഷെ നൂഹ് നബി അലൈഹി ഇസ്ലാം താൻ നേരിട്ട പരിഹാസം വകവെക്കാതെ കപ്പലിന്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടേയിരുന്നു. ആ കപ്പൽ നിർമ്മിക്കാൻ ധാരാളം പലകകൾ ആവശ്യമായിരുന്നു. ഒരിക്കൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം സൈത്തൂൽ എന്ന മരത്തിന്റെ തൈയുമായി നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചു തൈ നട്ടുവളർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. നൂഹ് നബി അലൈഹി ഇസ്ലാം ആവശ്യാനുസരണം തൈ നട്ടുവളർത്തി 40 വർഷം വരെ, അതായത് ആ തൈ വളർന്നു വൃക്ഷമാകും വരെ കാത്തിരുന്നു. വളർന്നു പന്തലിച്ച ആ വൃക്ഷം മുറിച്ചു കപ്പലിനാവശ്യമായ പലകകൾ നിർമ്മിച്ചു. പലകൾക്ക് പുറമെ കപ്പലിനാവശ്യമായ ആണികളും മറ്റു വസ്തുക്കളും നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ കപ്പൽ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മോനെ, ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. ഇത് മഹാപ്രളയമാണ്. കപ്പലിൽ കയറിയവർക്ക് മാത്രമാണ് രക്ഷയുണ്ടാവുക. ഇല്ല, ഞാൻ കയറില്ല. വെള്ളപ്പൊക്കം എനിക്കൊരു പ്രശ്നമേ അല്ല.
ഞാൻ ആ കാണുന്ന മലയിൽ കയറി രക്ഷപ്പെടും.